ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലോട്ട് സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഒരു 4 ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. ഇന്ന് വിളക്ക് വെക്കേണ്ട ദിവസമായതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ 2 വട്ടമോ ഞാൻ ഉപ്പ് ദീപവും വെറ്റില ദീപവും വെക്കാറുണ്ട്. അപ്പം ഇന്നും ആ ദിവസമായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു കാര്യം നടത്തിയില്ലെങ്കിൽ പിന്നെ രാവിലത്തെ പാചകത്തിനിടയ്ക്ക് ഒന്നും എനിക്ക് നടക്കത്തില്ല. അപ്പം 6 ഞാൻ വെറ്റില ദീപം വെച്ചത്. ഉപ്പ് ദീപം ചൊവ്വയും വെള്ളിയും എല്ലാ ആഴ്ചയിലും ഞാൻ വെക്കാറുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടത് വെക്കുന്നത്. അപ്പം രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അവരെഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ഒരുവിധപ്പെട്ട ജോലികളെല്ലാം ഒതുക്കി വെക്കണം. അപ്പം രാവിലത്തെ ചായ ഞാൻ കുടിച്ചില്ല കണ്ടോ, സൈഡിൽ തന്നെ ഇരിക്കുകയാണ്. പയ്യെ ദോശയൊക്കെ ചുട്ട് ചായയൊക്കെ കുടിച്ച്, ദോശയുടെ കൂടെ സാമ്പാറാണ് കേട്ടോ, കറി. അപ്പം മക്കളെ ഇതിനിടയ്ക്ക് പോയി 2-3 വട്ടം ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പം എന്നൊക്കെ മോളെന്നല്ലാതെ അവർ എഴുന്നേറ്റ് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം ഒരു കൈ ഫോണും ഒരു കയ്യിൽ ചട്ടുകമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ദോശക്കല്ല് നീങ്ങി അങ്ങനെ പോവുകയാണ്. അപ്പം സാമ്പാറിന് പരിപ്പ് നല്ല വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം അതിനകത്തോട്ടിട്ട് ഇളക്കി അതവിടെ ഇരിക്കട്ടെ. വെണ്ടയ്ക്ക ഞാനൊന്ന് എണ്ണയ്ക്കകത്തോട്ടൊന്ന് വയറ്റിയിട്ടാണ് ഇടുന്നത്. അതല്ലാത്ത വശം അല്ലാതെയും ഇടാം. അപ്പം മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞ് വിട്ടതിന് ശേഷം അച്ചുവിൻ്റെ ഒരു ലോങ് ബ്ലൗസ് ഉണ്ട് കേട്ടോ, പട്ടുപാവടയ്ക്ക് മേടിച്ചതാണ്. മേടിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി. തയ്ക്കാനുള്ള മടി കാരണം ഇങ്ങനെ വെച്ചേക്കുവാണ്. നിങ്ങൾ നോക്കുമ്പോൾ കയ്യിലൊക്കെ വെച്ച് വെട്ടുന്ന ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു തയ്യക്കാരിയൊന്നുമല്ല, നല്ല അത്യാവശ്യം തയ്ക്കും. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് തയ്ക്കാനുള്ള കുറേ ബീഡ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ആ ബീഡ്സ് കൂടെ എല്ലാം വെച്ചിട്ടാണ് തയ്ക്കാനിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ പോർഷനും കൈയെല്ലാം വെട്ടി കഴിഞ്ഞതിന് ശേഷം ബീഡ്സ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എന്ന് വെച്ചിട്ട് പഫ് വെച്ചിട്ടുള്ള കൈ കേട്ടോ. ഫുൾ പഫില്ല, ചെറിയ ഫ്രണ്ട് ആ ഒരു സൈഡിൻ്റെ പോർഷൻ മാത്രം ചെറിയൊരു പഫ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി സൈഡൂടെ അടിക്കണം, ബോഡിയൊക്കെ ഒന്ന് അടിച്ച് ഷേപ്പ് ആക്കണം കേട്ടോ. അപ്പം അച്ചു വരുമ്പോഴത്തേക്ക് പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരാം. പാവാടയാണ് പട്ട്, ഇത് സാധാരണ നോർമൽ ബ്ലൗസിനകത്ത് വർക്കെന്ന് കുറച്ച് ബീഡ്സൊക്കെ മേടിച്ചൊന്ന് ഒട്ടിച്ചെന്നേ ഉള്ളൂ. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ട്യൂസ്ഡേയും ഫ്രൈഡേ നമ്മളിവിടെ പൊതുവേ മീൻ മേടിക്കാറില്ല. ചില ദിവസങ്ങളിൽ ഒട്ടും പറ്റാത്ത, പ്രത്യേകിച്ച് എന്തുവാ, ട്യൂസ്ഡേയും ഫ്രൈഡേ ഞാൻ കൂട്ടാറില്ല. ഏട്ടനും പിള്ളേർക്കും വേണമെങ്കിൽ മേടിക്കും. കഴിവതും അന്നത്തെ ദിവസങ്ങളിൽ മേടിക്കാതിരിക്കും. അപ്പം ബ്രിഞ്ചോൾ ഫ്രൈയും സാമ്പാറും, രാവിലത്തെ സാമ്പാറും ബ്രിഞ്ചോൾ ഫ്രൈ, പപ്പടം, പിന്നെ നമ്മുടെ മുളക് പൊരിച്ചത്, അതായത് വറ്റൽമുളകല്ല, ഉണ്ടമുളക്, പാൽമുളക്, അത് ഫ്രൈ ചെയ്ത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഇത്രയും സാമ്പാറും വെണ്ടയ്ക്കയെന്ന് വഴുതനത്തിൻ്റെ ഒരു ഫ്രൈയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് നല്ല സൂപ്പറായിട്ട് പോകും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെറിയ ടൈപ്പ് ഓഫ് വഴുതന എടുത്തത്. കാര്യം ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന്, എനിക്കിതാണ് ഇഷ്ടം. ചെറിയ വഴുതനയാണ്, വലിയ വഴുതനയെക്കാട്ടും ഇഷ്ടം ചെറുതാണ് എനിക്കിഷ്ടം. അപ്പം നല്ല രീതിയിൽ ദോശക്കല്ലാത്ത സ്വല്പം എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല പൊടിയും കൂടി ഇടും. അപ്പോൾ ഒരു മണം നിൽക്കും. എന്നിട്ട് ദോശക്കല്ലിനകത്ത് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം അതും കൂട്ടി ഉച്ചക്കത്തെ ലഞ്ചും കഴിഞ്ഞു. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.